നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡിന് നൽകുക. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ അർഹിക്കുന്നതായിട്ടുള്ള ഭാഗ്യം നിങ്ങളെ തേടി വരുമോ? അത് എപ്പോഴാണ്? ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ അർഹിക്കുന്ന ഭാഗ്യം നിങ്ങളെ തേടി എത്തുമോ? അത് എപ്പോഴാണ്? തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നതായിട്ട് നല്ല പോസിറ്റീവ് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്പ്, ടെമ്പറൻസ്, 9 ഓഫ് കപ്പ്. ഓക്കെ, കപ്പിൻ്റെ കാർഡ് എപ്പോഴും വേനൽക്കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വേനൽക്കാലത്ത് തന്നെ നിങ്ങൾക്ക് അധികം മാസങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഈ വേനൽക്കാലത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു. ക്യൂൻ ഓഫ് കപ്പ് നിങ്ങൾക്ക് കൂടുതലും റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സക്സസ് നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടോ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള അഫർമേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം നിങ്ങളെ തേടി എത്തുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു പൂർണ്ണതയിലേക്ക് കടക്കുന്നതിന് നിങ്ങൾ തയ്യാറാകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിറ്റുവേഷനും, സാമ്പത്തികമാകട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാകട്ടെ, അത് ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഏഞ്ചൽ സപ്പോർട്ടിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസ് മനസ്സിലാഗ്രഹിക്കുന്നത് പോലെയുള്ള ഭാഗ്യം അവരെ തേടി എത്തുമോ? കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില ക്ലാരിറ്റി നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, റിലേഷനുമായി ബന്ധപ്പെട്ട്, കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളെ തേടി എത്തുന്നു. കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു പുരുഷനിൽ നിന്നുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് പുരുഷനാണെങ്കിൽ പോലും ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ ബിസിനസ് പരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. വിജയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇമോഷണലി ആയിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വിവാഹവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള കോള്, മെസ്സേജ് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നുള്ള നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പേർപ്പസ്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ടെമ്പറൻസിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് ദ മെജീഷ്യൻ്റെ കാർഡാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുവാൻ ശക്തി നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചം ഫ്രീ ആയിട്ട് നൽകിയിരിക്കുകയാണ്. ദ മെജീഷ്യനാണ്. ഇതെല്ലാം നിങ്ങളിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഇതിൻ്റെ എല്ലാം അധിപതിയായി നിങ്ങൾ മാറുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം എവിടെ സൃഷ്ടിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ആ ഒരു പവർ ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഒരു സെലിബ്രേഷനാണ് നിങ്ങളെ കാത്ത് ഇരിക്കുന്നത്. സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടും റിലേഷൻ സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് എത്തുന്നു. ശാരീരികമായി ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, രോഗത്താൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാനസികമായി സമ്മർദ്ദത്തിലായിരിക്കും ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം, ഒരു പ്രഭാതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു പ്രകാശത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകാനിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ദ ഹെർമിറ്റിൻ്റെ എനർജിയാണ്. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലായിരുന്നു എങ്കിൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അതിനെക്കുറിച്ചുള്ള തിരച്ചിലായിരുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി വരുന്നു. ഓക്കെ, ചില റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സോളിൻ്റെ അന്വേഷണമായിരിക്കാം. എന്തായാലും അത് തന്നെ നിങ്ങൾ കണ്ടെത്തുന്നു. ആ ഒരു ആഹ്ലാദത്തിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സൈക്കിൾ അവസാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങൾ പെയിൻ അനുഭവിച്ചിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും, അത് ജോലിയാകട്ടെ, നിങ്ങളുടെ റിലേഷൻ ആകട്ടെ, സാമ്പത്തിക സിറ്റുവേഷൻ ആകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പെയിനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല, ഇനി നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്നതാണ്. എന്താണോ നിങ്ങൾ തിരഞ്ഞത്, ഇത്രയും നാളായിട്ട് ഈ യൂണിവേഴ്സിൽ നിങ്ങൾ പ്രാർത്ഥനയോടും കണ്ണുനീരോടും വേദനയോടും ഒക്കെ നിങ്ങൾ അലഞ്ഞു നടന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. സണ്ണിൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഒക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു അവസരമാണ് വരുന്നത്. ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ അത് പ്രയോഗിക്കുക തന്നെ ചെയ്യുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെ എത്തുന്നതിന് എന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടോ? എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഈ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിൽ നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളിലുണ്ടോ? ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം,
നമ്മുടെ ഈ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തടസ്സങ്ങൾ വരാനുള്ള സാധ്യത നമ്മളിൽ തന്നെയാണ് ആ തടസ്സങ്ങൾ നിലകൊള്ളുന്നത്. ചില കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ ചില ബിസിനസ്സുകൾക്കോ അല്ലെങ്കിൽ ചില ജോലികൾക്കോ ചില പ്ലാനുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് നല്ല ബലമുള്ളതായിട്ടുള്ള നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിച്ചത് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കെട്ടി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ചലഞ്ചായിട്ട് വരുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസോ പ്ലാനുകളോ ഇല്ലാത്ത അവസ്ഥകൾ നമ്മളുടെ ഗ്രോത്തിനെ തടയുന്നതായി കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിനോ റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൂടുതൽ നോളജ് നിങ്ങൾ സമ്പാദിക്കുക എന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഓപ്പണായി കിടക്കുകയാണ്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ സിറ്റുവേഷനിലൂടെ നമ്മുടെ മനസ്സിനെ പിടിച്ച് തളച്ചിട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും നമ്മൾ തളച്ചിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഭയമാണ്. ഒരു കംഫോർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതെടുത്ത് പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭയം നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി കാണുന്നുണ്ട്. പിന്നെയുള്ള തടസ്സങ്ങളായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർഹിക്കുന്ന വ്യക്തികൾക്കല്ല നമ്മൾ സമയം, സ്നേഹം, വിശ്വാസം അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അർഹിക്കാത്തതായിട്ടുള്ള ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ഊർജ്ജം കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുൻകൂട്ടി യൂണിവേഴ്സ് പറയുകയാണ് ഈ കാര്യങ്ങളെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന്. എന്തെങ്കിലും പഴയ കാര്യങ്ങളിൽ നമ്മുടെ ചില ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ വേദനിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ സന്തോഷം തരുന്നതായിട്ടുള്ള കാര്യങ്ങളെ കെട്ടിയിടാതെ നിങ്ങൾക്ക് അവസരങ്ങൾ മുന്നോട്ടുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ എനർജി നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ പിടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തിരിക്കുക, ആവശ്യമില്ലാതെ റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അടുപ്പിച്ച് ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ റീൽസ് കണ്ടു നോക്കുക, പോട്ടെ ഒരു അരമണിക്കൂറെങ്കിലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് തന്നെ ഭയങ്കര ക്ഷീണം തോന്നും, തല കറങ്ങുന്നത് പോലെ തോന്നും. നമ്മുടെ എനർജി മുഴുവനും ആ ഒരു ഫോണിലുള്ള ആ റീൽസ് മുഴുവനും നമ്മുടെ എനർജിയെ യൂസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്തതായിട്ടുള്ള നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി ആണെങ്കിലും സമയമാണെങ്കിലും പൈസയാണെങ്കിലും വിശ്വാസമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് നിങ്ങൾ അളന്ന് മുറിച്ച് കൃത്യതയോടുകൂടി ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അർഹതയില്ലാത്ത വ്യക്തികൾക്ക് കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി മാറുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് 3 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. കൃത്യമായിട്ടുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കും. സോഡ് നമ്മുടെ മാനസിക ചിന്തകളെയാണ് ഇവിടെ കാണിക്കുന്നത്. വിജയത്തിലേക്ക് ലക്ഷ്യം ആക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്തയെ കറക്റ്റ് വേയിലൂടെ ആക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ജഗിൾ ചെയ്യാതിരിക്കുക. പാസ്റ്റിൽ നടന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, ആ പാസ്റ്റിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബന്ധിച്ചിടാൻ സാധിക്കരുത്. ഓക്കെ, അതിനെ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് ഓർത്തിരുന്നിട്ട് നമ്മുടെ മാനസിക നിലയെ തെറ്റിക്കുന്ന രീതിയിൽ ആയി പോകരുത്. ഇപ്പം പഴയ കാര്യങ്ങളെ നമ്മൾ തളച്ചിടുന്ന അവസ്ഥ ആയിരിക്കരുത്. ഇവിടെ നമ്മൾ തളച്ചിടുകയാണ്. പല ചിന്തകൾ, ഓവർ തിങ്കിങ്, ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. 6 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി. ഓക്കെ, 6 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി. 5 ഓഫ് പെന്റിക്കിളാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ എനർജി മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നുമല്ലാത്തതായി പോകും, അല്ലേ? ആ എനർജി നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ സ്നേഹമാണെങ്കിലും നമ്മുടെ വിശ്വാസമാണെങ്കിലും നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഓരോ സമയവും അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയതായിരിക്കും. വലിയ ഒരു സമയമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ നെഗറ്റീവായി നമ്മുടെ സറൗണ്ടിങ് മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം തന്നെ നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വളരെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ കോൺഫിഡൻസോട് കൂടി അതിനെ അതിജീവിച്ച് പുറത്ത് വരേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും. വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട്. ഇത് പുറത്തുനിന്ന് വരുന്ന കൂടാത്രങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അങ്ങനെ ഒന്നുമല്ല. ഓക്കെ, ഇത് അവനവനിൽ തന്നെ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ബന്ധനങ്ങൾ തന്നെയാണ് ഈ കാണിക്കുന്നത്. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. വരും മാസങ്ങളിൽ
എൻ്റെ വ്യൂസിൻ്റെ എനർജി എങ്ങനെയായിരിക്കും? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വരും മാസങ്ങളിൽ എൻ്റെ വ്യൂസിൻ്റെ എനർജി എങ്ങനെയായിരിക്കും? ഓക്കെ, ഇമോഷണലി നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷം പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 2 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഉടനടി ആക്ഷൻ എടുക്കാത്ത ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം പുറമേ നിന്നുള്ള ഒരു നിർദ്ദേശങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഉള്ളിൽ നിന്ന് തന്നെ ചില ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾക്ക് നിങ്ങൾ സമയമെടുക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നു. അത് പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തികമായി കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ, 6 നമ്പറാണ് വന്നിരിക്കുന്നത്, കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കുന്നതായി കാണുന്നു. എടുത്തു ചാടി നിങ്ങൾ തീരുമാനമെടുക്കുന്നില്ല. കാരണം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങളെ തളച്ചിടും, ചില നെഗറ്റീവ് എനർജികൾ കൊണ്ട് തളച്ചിടും. ഓക്കെ, നിങ്ങളുടെ അഡിക്ഷൻ കൊണ്ട്, നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് തളച്ചിടും എന്നുള്ള ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ഫലമായിട്ട് പൈസ കൊടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിൻ്റെയോ, ചില കാര്യങ്ങൾ, ചില ബിസിനസ് ചെയ്യുന്നതിൻ്റെയോ, ചില റിലേഷൻഷിപ്പിൽ വാക്ക് കൊടുക്കുന്നതിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ഡിലേ ആക്കുന്നതായി കാണുന്നു. അതൊരു നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. കാരണം കൃത്യമായിട്ടുള്ള ഇൻഡ്യൂഷൻ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. ഓക്കെ, പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ഗോളുകൾ നിങ്ങൾ നേടിയെടുക്കുന്നതായി കാണുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്തതായിട്ടുള്ള ചില ഗോളുകൾ നിങ്ങളെ തേടിയെത്തുന്നു. ഒരുപാട് എഫോർട്ട് ഇട്ടതായിട്ടുള്ള ചില ജോലികൾക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ചില സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു, ചില ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾ എന്ത് വിഷയത്തിലാണോ ജഗിൾ ചെയ്തിരുന്നത്, മാനസികമായി തീരുമാനമെടുക്കാൻ കഴിയാതെ പോയ എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നു. വരും മാസങ്ങളിൽ ജഡ്ജ്മെന്റിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് കൃത്യത ലഭിക്കുന്നതായി കാണുന്നു. വിജയം നിങ്ങൾക്കാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ ഹെർമിറ്റിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അന്വേഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയതിൽ നമുക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ നോളജ് വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ നോളജ് അനുസരിച്ച്, കാരണം ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്, ഇൻഡ്യൂഷൻ ലഭിക്കുന്നുണ്ട്. ആ ഇൻഡ്യൂഷൻ്റെ ഫലമായിട്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു. കാരണം ഇവിടെ കണ്ണുകൾ ബന്ധിച്ചിരുന്നതായിട്ടുള്ള സിറ്റുവേഷനെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റീഡിംഗ് എടുത്തതിൽ കണ്ടിരുന്നു, എന്ത് തീരുമാനമെടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്തിരുന്ന സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുകയും ആ ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നിറയ്ക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. അത് തന്നെയാണ് ഓവറോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനം വളരെ കൃത്യമായിരിക്കുന്നതിനാൽ, കാരണം കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി നിങ്ങൾ ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ഇമോഷണലി ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. കുടുംബത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കുന്ന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ഒഴുകുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണും വരും മാസങ്ങളിൽ. ഓക്കെ, പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാർഡ്സുമായി കണക്റ്റ് ആകുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മുന്നറിയിപ്പാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി. ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് ക്ലാരിറ്റി കൊടുക്കുക, നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി കൊടുക്കുക. എടുത്തു ചാടി തീരുമാനമെടുക്കുന്നതിന് പകരം നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടു കൂടിയും നിങ്ങൾ കൃത്യമായി അറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾക്ക് നിങ്ങൾ വാക്ക് കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിനായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. ഇമോഷണലായിട്ട് ചിന്തിച്ചുകൊണ്ട് അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും ഉള്ളത്.
പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ തീരുമാനങ്ങൾക്കായിരിക്കണം, നിങ്ങളുടെ ചിന്തകൾക്കായിരിക്കണം, നിങ്ങളുടെ ഗോളുകൾക്കായിരിക്കണം. അതിനുശേഷം മാത്രമായിരിക്കാം നമുക്ക് ഇമോഷണൽ പാടില്ല എന്നല്ല, ഇമോഷണലായിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട സ്ഥലത്ത് മാത്രം ഇമോഷണലായിട്ട് ചിന്തിക്കുക. പ്രാക്ടിക്കൽ വേണ്ടിടത്ത് പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കണം എന്നാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് വരുന്നത്. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നമുക്ക് വിജയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഉയർച്ച ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചലഞ്ച് സിറ്റുവേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും താഴെത്തട്ടിലാണെങ്കിൽ നമുക്ക് അത്രത്തോളം ചലഞ്ച് വരത്തില്ല. നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക. വിജയം നിങ്ങൾക്ക് നിശ്ചയം തന്നെ ആയിരിക്കും. പക്ഷേ അറിയാത്ത ഭാഗത്ത് നിന്നുമുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ചലഞ്ച് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യണം. ആ ഫേസ് ചെയ്യുന്ന സമയത്തും നമ്മളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. നിലപാടിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ യൂണിവേഴ്സുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഓറ നിങ്ങൾ ശക്തിപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള മുന്നറിയിപ്പ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റൊരാളുടെ എനർജിയിൽ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാം മാറ്റി അവർക്ക് കംഫർട്ടാകുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും നിങ്ങളുടെ എനർജിയിലും വിശ്വസിക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അധികാരം നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള റെസ്പെക്റ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. വേറൊരാൾ നമുക്ക് റെസ്പെക്റ്റ് തന്നു പോലും തന്നില്ല പോലും അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് ആരിൽ നിന്നും നമുക്കത് കിട്ടാനും പോകുന്നില്ല. ആദ്യം നമ്മൾ തന്നെ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം ഈ യൂണിവേഴ്സിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. അത് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുക. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സിൻ്റെ ഒരു മുന്നറിയിപ്പ്. നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള പ്രപഞ്ചശക്തിയാണ് നിങ്ങളോട് ഈ ഒരു മെസ്സേജ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രപഞ്ചശക്തിയുടെ പേര് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. ഒന്നിലധികം ആൾക്കാരുടെ എനർജി കാർഡ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാറോ കാർഡ് പഠിക്കുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്